അരുണാചൽ പ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തുടർ ഭരണം ഉറപ്പിച്ച് ബി.ജെ.പി. ആദ്യഫല സൂചനകളിൽ കേവല ഭൂരിപക്ഷം കടന്നു. അതേസമയം സിക്കിമിൽ രണ്ടാം വട്ടവും ക്രാന്തകാരി മോർച്ചയ്ക്ക് മുന്നേറ്റം. വാർത്തയുടെ വിശദാംശങ്ങളുമായി കേരള വിഷൻ ന്യൂസ് പ്രതിനിധി നിതിൻ പ്രഭാകരൻ ചേരുന്നു. അരുണാചൽ പ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തുടർ ഭരണം ഉറപ്പിച്ച് ബി.ജെ.പി. മുന്നേറുകയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വൃന്ദ, രണ്ട് സംസ്ഥാനങ്ങളിലേക്ക് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം വോട്ടെണ്ണലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വടക്കുകിഴക്കൻ സംസ്ഥാനമായ അരുണാചൽ പ്രദേശിലും സിക്കിമിലെയും വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ അരുണാചൽ പ്രദേശിൽ ബി.ജെ.പി. ആദ്യമായി തനിച്ച് അധികാരത്തിലേക്ക് വരുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ ഒരു കാലത്ത് ബി.ജെ.പിക്ക് ബാലികേറ മലയായിരുന്നു. അവിടെയാണ് ബി.ജെ.പി. ഇത്തവണ തനിച്ച് ഭൂരിപക്ഷം നേടുന്നത്. 2019 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2/3 ഭൂരിപക്ഷത്തോടുകൂടി കോൺഗ്രസ് ആയിരുന്നു അരുണാചൽ പ്രദേശിൽ അധികാരത്തിലേറിയത്. എന്നാൽ പിന്നീട് നടന്ന കുതിര കച്ചവടം അടക്കം നമ്മൾ കണ്ടതാണ്. സംസ്ഥാന മുഖ്യമന്ത്രി ഒഴികെയുള്ള മുഴുവൻ ആളുകളെയും കൂറുമാറ്റിക്കൊണ്ട് അവിടെ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളുടെ സഹായത്തോടു കൂടി ആദ്യം ബി.ജെ.പി. അധികാരം പിടിച്ചു. പിന്നീട് ഇവർ ബി.ജെ.പി. പാളയത്തിലേക്ക് എത്തുന്നത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷമാണ് 2024 വീണ്ടും അരുണാചൽ പ്രദേശ് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. അന്ന് പ്രാദേശിക പാർട്ടിയിലേക്ക് പോയ നേതാക്കളെല്ലാം തന്നെ ഇന്ന് ബി.ജെ.പി. നേതാക്കന്മാരാണ്. അന്ന് 2019 മുഖ്യമന്ത്രിയെ അധികാരമേറ്റ പേമ ഖണ്ഡു ഇത്തവണ കോൺഗ്രസിന് വേണ്ടി ലോക്സഭയിലേക്കാണ് മത്സരിക്കുന്നത്. അവിടെയാണ് കോൺഗ്രസിന് പാടെ അടിപതറിയിരിക്കുന്നു. 60 സീറ്റുകളാണ് അരുണാചൽ പ്രദേശിലുള്ളത്. അരുണാചൽ പ്രദേശിലെ ഇപ്പോൾ ഫലമറിഞ്ഞ 10 സീറ്റുകളിലും ബി.ജെ.പി. വിജയിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതോടൊപ്പം തന്നെ കോൺഗ്രസിന് ഇതുവരെ ഒരു സീറ്റിൽ പോലും ലീഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഒരു കാലത്ത് കോൺഗ്രസിന്റെ കുത്തക സംസ്ഥാനമായിരുന്നു അരുണാചൽ പ്രദേശ്. സിക്കിമിലും സമാനമായ അവസ്ഥയാണ്. പ്രാദേശിക പാർട്ടിയായ സിക്കിം ക്രാന്തികാരി മോർച്ച സിക്കിമിൽ കേവല ഭൂരിപക്ഷം നേടി അധികാരത്തിലേറുമെന്ന് ഏകദേശം ഉറപ്പിച്ചിരിക്കുന്നു. 32 സീറ്റുകളിലാണ് സിക്കിമിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. ഇപ്പോൾ ബലമറിഞ്ഞ 10 സീറ്റുകളിൽ ക്രാന്തികാരി മോർച്ച ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സിക്കിം ഡെമോക്രാറ്റിക് ഫ്രണ്ട് ഒരു സീറ്റിൽ ലീഡ് ചെയ്യുന്നു. അവിടെ ബി.ജെ.പിക്ക് ഇതുവരെ അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതും നമുക്ക് എടുത്തു പറയേണ്ടതാണ്. ഒരു കാലത്ത് വടക്കുകിഴക്ക് സംസ്ഥാനങ്ങൾ കോൺഗ്രസ് അതിൻ്റെ കുത്തകയാക്കി വെച്ച സംസ്ഥാനങ്ങളിലേക്കാണ് പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളുടെ സഹായത്തോടു കൂടി ബി.ജെ.പി. കടന്നു കയറിയിരിക്കുന്നത്. അരുണാചൽ പ്രദേശിലെ തോൽവി ഒരുപക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും ദയനീയമായ കാര്യമാണെന്ന് എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. കാരണം കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിൽ 60 സീറ്റുകളിൽ 42 സീറ്റുകൾ നേടിയായിരുന്നു കോൺഗ്രസ് അധികാരത്തിലേറിയത്. എന്നാൽ 6 മാസത്തിൽ കൂടുതൽ 2019 കോൺഗ്രസിന് ഭരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതിന് മുമ്പ് തന്നെ കൂറുമാറ്റം അടക്കമുള്ള നടപടികളുമായി ബി.ജെ.പി. പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളുടെ സഹായത്തോടു കൂടി അവിടെ അധികാരം പിടിക്കാൻ നമ്മൾ കണ്ടു. എന്നാൽ ഇത്തവണ തികച്ചും വ്യത്യസ്തമായി പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളുടെ സഹായമില്ലാതെ ബി.ജെ.പി. തനിച്ച് അരുണാചൽ പ്രദേശിൽ അധികാരത്തിലേറാൻ പോകുന്നു. പക്ഷേ സിക്കിമിൽ ബി.ജെ.പിയുടെ നില പരിങ്ങലിൽ തന്നെയാണ്. സിക്കിമിൽ ക്രാന്തികാരി മോർച്ച സിക്കിമിൽ രണ്ടാം തവണയും അധികാരത്തിൽ എത്തുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ബി.ജെ.പിക്ക് നിലവിലെ സാഹചര്യത്തിൽ വോട്ടെണ്ണൽ 10 മണിക്ക് പിന്നിടുമ്പോൾ ഇതുവരെ അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു സീറ്റിൽ പോലും ബി.ജെ.പി. ലീഡ് ചെയ്യുന്നില്ല. അവിടെ ക്രാന്തികാരി മോർച്ചയും സിക്കിം ഡെമോക്രാറ്റിക് ഫ്രണ്ടും തമ്മിലുള്ള നേർക്കുനേർ മത്സരമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അരുണാചൽ പ്രദേശിൽ ഏകദേശം ബി.ജെ.പി. ഭരണത്തിലേറുമെന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അവിടെ പ്രതിപക്ഷമാര് എന്ന കാര്യത്തിൽ മാത്രമാണ് ഇനി തർക്കമുള്ളത്. നിലവിൽ അവിടെ കഴിഞ്ഞ 2019 ജനങ്ങൾ അധികാരത്തിലെത്തിയ കോൺഗ്രസിന് ഒരു സീറ്റിൽ പോലും ലീഡ് ചെയ്യാൻ കഴിയുന്നില്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. വൃന്ദ, ശരി, വ്യക്തമാണ്.